സുരേഷ് ഗോപി അദ്ദേഹം കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി വരികയാണ്. കഴിഞ്ഞ തവണ എം പി ആവാൻ വേണ്ടി വന്നപ്പോൾ കേന്ദ്രമന്ത്രിയാണോ മടങ്ങുമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി തന്നെയായിരിക്കും ഇനി മടങ്ങാൻ പോകുന്നത്. എന്താണ് തോന്നുന്നത്? അത് അറിയിപ്പ് കിട്ടിയാലേ വരാൻ പറ്റുള്ളൂ. അത് അറിയിപ്പ് കിട്ടി പുറപ്പെട്ടു, ആളിവിടെ എത്തുന്നു, 3:30 ഫ്ലൈറ്റിനെത്തും. എന്താണ് മനുഷ്യൻ തോന്നുന്നത്? പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ സമയമാണ്. BJPക്ക് ഒരു സീറ്റ് ലഭിക്കുന്നു, പിന്നാലെ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. തൃശ്ശൂരുകാരുടെ ഭാഗ്യമല്ലേ, അവര് കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ തൃശ്ശൂരുകാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയാ, അവര് സന്തോഷപ്പെടുന്ന നിമിഷങ്ങളാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പോ വരുന്നതിൽ പ്രത്യേകിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ സിനിമയുടെ തിരക്കുകളുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ കമ്പനിയെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണത്. മോഡിജി വിളിച്ചു, പുറപ്പെട്ടു. പ്രിയപ്പെട്ടാണ് മോദിജിക്ക് തൃശ്ശൂര്. അതുകൊണ്ടല്ലേ 3 വട്ടം വന്നത്. മോഡിജി 3 വട്ടം വന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ക്രിറ്റിസിസം വന്നു. 3 വട്ടം വന്ന് അക്കൗണ്ട് തുറക്കില്ല, താമര വിരിയില്ല. ഇപ്പൊ താമര വിരിഞ്ഞു. താമര മന്ത്രിയെ സ്ഥാനത്തേക്ക് എത്തുകയുമാണ്. മന്ത്രിയായിട്ട് ഏത് വകുപ്പ് കിട്ടുമെന്നാണ് പ്രതി? അതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ചേട്ടന് പോലും അറിയില്ല. താല്പര്യം പ്രകടിപ്പിച്ചു സുരേഷ് ചേട്ടൻ ഏതെങ്കിലും? അല്ലല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതവര് അതിന്റെ ഉചിതമായിട്ടുള്ള ഒരു ഇത് അവരെടുക്കും. തൃശ്ശൂരെ സംബന്ധിച്ച് സാംസ്കാരികം, അതോടൊപ്പം തന്നെ മറ്റ് സിനിമ, ടൂറിസമൊക്കെ ഒരുപാട് സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. സ്വാഭാവികമായി ഏത് തരത്തിലായിരിക്കും പുള്ളിയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ആണ്. തൃശ്ശൂർ മാത്രമല്ല, പുള്ളി മെനഞ്ഞാന്നും പറഞ്ഞില്ലേ, തമിഴ്നാട്ടിലേക്കും പോവുകയാണ്. അപ്പൊ അവിടെ സീറ്റ് കിട്ടണമെന്നില്ല. തമിഴ്നാട്ടിലേക്കും പുള്ളി സ്പ്രെഡ് ഔട്ട് ചെയ്യും. ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു വകുപ്പ് കിട്ടിയിട്ട് ആ വകുപ്പിലെ മാത്രമല്ല, കേരളം മൊത്തം. തൃശ്ശൂരിന്റെ MP ആണെങ്കിലും കേരളം മൊത്തം അത് ഡെവലപ്മെന്റ് കവർ ചെയ്യും. ഇതിനു മുമ്പും കേന്ദ്രമന്ത്രിമാരുണ്ട്, പക്ഷെ അത് ഇതുപോലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ട് വന്നവരല്ല. അങ്ങനെ നമ്മൾ കമ്പാരിസൺ മറ്റൊരാളെ വെച്ച് ചെയ്യരുത്. പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു കാലിബറുണ്ട്. പുള്ളി നടനിലുപരി എത്രയോ വർഷമായിട്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചാരിറ്റി ആയാലും വിവിധ സ്ഥലങ്ങളിൽ, ട്രിവാൻഡ്രത്ത് മാത്രമല്ല, അങ്ങ് കാസർഗോഡ് തൊട്ട് പാറശാല വരെ. അതല്ലാതെ തന്നെ MP ആയിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്തു. അപ്പൊ അതിന് മന്ത്രി പദവി അല്ല. മന്ത്രി പദവി ഇപ്പം മോഡിജി പറഞ്ഞു, പുറപ്പെട്ടു വരാൻ പറഞ്ഞു, പുറപ്പെട്ടു. ആളിപ്പോൾ എത്തും അരമണിക്കൂറിനകത്ത്. BJP സംബന്ധിച്ച് സംസ്ഥാനത്ത് മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചു. അതിനുശേഷം മന്ത്രിസ്ഥാനം ലഭിക്കുമ്പോൾ സ്വാഭാവികം പാർട്ടിക്ക് എത്രത്തോളം ഗുണം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? പാർട്ടിക്ക് അല്ലെങ്കിലും ഗുണമല്ലേ. പുള്ളി രാജ്യസഭ MP ആയിരിക്കുമ്പോഴും പാർട്ടിക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. വ്യക്തിപരമായി എത്രത്തോളമാണ് സന്തോഷം? അയ്യോ, അത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അതാണ് ഞാൻ ഇന്നലെ രാത്രി പുറപ്പെട്ട് ഇവിടെ ഇപ്പോൾ ഡൽഹി എയർപോർട്ടിൽ വന്ന് കാണാൻ നിൽക്കുന്നത്. സഹോദരന്മാരൊക്കെ വരുന്നു? ഇല്ല. ഒരാൾ അമേരിക്കയിലാണുള്ള, സനിൽ ഗോപി അമേരിക്കയിലാണ്, സുഭാഷ് ഗോപി കേരളത്തിലുണ്ട്. ഇനിയിപ്പോൾ നാളെ അങ്ങോട്ടല്ലേ പോകുന്നത്. മടങ്ങുമെന്ന് പറഞ്ഞില്ല. നാളെ അല്ലേ മറ്റന്നാൾ. സന്തോഷമുണ്ട്. തൃശ്ശൂരുകാർക്ക് അതിലേറെ സന്തോഷം. ആരിലേക്ക് വിളിക്കുക? കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇഷ്ടം പോലെ ആളുകൾ വിളിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ നിറയെ ആളുകൾ വിളിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി നിന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാം പാർട്ടിയുടെ ആ ഒരു ഔട്ടർ റിംഗിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. സ്ത്രീ വോട്ടർമാരാണ് കൂടുതലും. അന്ന് ആ പരിപാടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, തൃശ്ശൂരിലെ ഒരു ചെറിയ പൂരമായിരുന്നു. പല മേഖലകളിലും സുരക്ഷയുടെ പണ്ടുതൊട്ടേ അത് ചാരിറ്റി ആണെങ്കിലും ഒക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ മന്ത്രിസ്ഥാനം കൂടി കിട്ടുമ്പോൾ ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ഒരു ഊർജ്ജം, അതോടൊപ്പം തന്നെ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. പുള്ളി ആ ഒരു യൂഷ്വൽ ഒരു ഗോയിങ് ഉണ്ട് പുള്ളിയുടെ. അത് പുള്ളി ആരും പഠിപ്പിക്കുകയും വേണ്ട. പുള്ളിക്ക് അത് പോവും. അത് അതിന്റെ അപ്പുറം പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞങ്ങള്, കുടുംബത്തിലുള്ളവരെല്ലാവരും. സിനിമാഭിനയത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ല, സിനിമ പുള്ളിയുടെ പാഷനാണ്. അത് പുള്ളി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മോഡിജിക്ക് നല്ലപോലെ അറിയുകയും ചെയ്യും. ആ പാഷൻ അത് കവർ ചെയ്യും. മന്ത്രിയായാലും 4-5 പടങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ചെയ്തേ പറ്റുള്ളൂ. കേരളത്തിലൊക്കെ സിനിമാ നടൻ അങ്ങനെ രാഷ്ട്രീയക്കാരനാകാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്നൊക്കെ വേറൊരു കമ്പാരിസൺ പുള്ളിയിലേക്ക് വെക്കാൻ ഒക്കത്തില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഏത് മേഖലയിലും കൊണ്ട് ബ്രദറാണെന്ന് വെച്ചിട്ട് പറയല്ല. പുള്ളി അതൊരു വേറൊരു തമിഴ്നാട്ടിലൊക്കെ പല നടന്മാരും മന്ത്രിമാരായിട്ടുണ്ട്. അതുപോലെ കമ്പയർ ചെയ്യാക്കത്തില്ല പുള്ളി.
കേരളത്തിൽ ഒരുപാട് വികസന ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് എയിംസ് അങ്ങനത്തെ അല്ലാതെ സുരേഷിന്റെ ഇടപെടൽ ഓൾറെഡി പുള്ളി അതൊക്കെ പുള്ളിയാ പറയേണ്ടത്, ചേട്ടനാണ് അത് പറയേണ്ടത്.